ഉറപ്പ് ഉള്ളിലോട്ട് വേണം. ഞാൻ ഒരിക്കലും നാണം കെടില്ല, എൻ്റെ കുടുംബം നാണം കെടില്ല. ഒറ്റ കാരണത്തിൽ ഞാൻ ആശ്രയിച്ച എൻ്റെ കർത്താവിലാണ്. കർത്താവിൽ ആശ്രയിച്ച് ഞാൻ നാണം കെടാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല. ഈ ബോധ്യത്തോടെ വേണം നിങ്ങളിത് വായിക്കാൻ. നമ്മൾ എടുക്കുന്ന വചനഭാഗം മക്കബായരുടെ ഒന്നാമത്തെ പുസ്തകം, ഫസ്റ്റ് മക്കബീസ് ചാപ്റ്റർ 2, 1 മക്കബായർ 2-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 49 മുതൽ 64 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ സമയമെടുത്ത് മുഴുവനായിട്ട് വായിക്കണം. ഇതിനകത്ത് ബേസായ കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു തരികയാണ്. സമയമെടുത്ത് നല്ലപോലെ ഒന്ന് വായിക്കും. ഓരോരുത്തരും പേരൊക്കെ എടുത്ത് എന്ത് പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു, ആ പ്രതിസന്ധിയുടെ സമയത്ത് അവരെന്നാ ചെയ്തത്, ആ പ്രതിസന്ധി അവർ തരണം ചെയ്യാൻ വേണ്ടി കർത്താവിൽ ആശ്രയിച്ചപ്പോൾ കർത്താവ് അവർക്ക് എന്ത് അനുഗ്രഹം കൊടുത്തത്. ഭയങ്കര പവർഫുൾ ആയ ഒരു അധ്യായമാണ്. മത്താത്യാസിന്റെ അന്ത്യശാസനം എന്നാണ് അതിന്റെ ടൈറ്റിൽ കിടക്കുന്നത് 2-ാമത്തെ അധ്യായത്തിൽ. നമ്മൾ ഈ യൂദാസ് മക്കബേയൂസിനെ കുറിച്ചും പിന്നെ മത്താത്യാസിന്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ മക്കബായ് വിപ്ലവത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം നമ്മൾ ബയോ എപ്പിസോഡ്, ബൈബിൾ ഇൻസൈഡ് ഔട്ട് എപ്പിസോഡുകൾ പഠിപ്പിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും. മക്കബായരുടെ പുസ്തകമൊക്കെ പഠിപ്പിച്ചപ്പോൾ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിനെതിരെ ഒരു കുടുംബം ഇങ്ങനെ പിടിച്ചു നിന്നതിനെ കുറിച്ച്. അപ്പോൾ അവരുടെ ഒരു ലീഡറാണ് മത്താത്യാസ്. അപ്പോൾ മത്താത്യാസ് മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ അടുത്ത തലമുറയോട്, അനുചരന്മാരോട്, മക്കളോടും ഒക്കെ ആയിട്ടൊരു വലിയ